ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസ്സി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ രുചികരമായിട്ടുള്ള ഒരു ഗോതമ്പ് മസാല പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇത് വളരെ രുചികരമാണെന്ന് മാത്രമല്ല, ഏറെ നേരം സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. എന്നാൽ പിന്നെ ഇതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ? ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1.25 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ഗോതമ്പ് പൊടി നമുക്കൊരു കടായിലേക്ക് ഇട്ട് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ആദ്യം റോസ്റ്റ് ചെയ്തെടുക്കണം. ഒരു 3-4 മിനിറ്റ് നേരം വരെ ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. ഇത് റോസ്റ്റായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് നല്ലൊരു സ്മെല്ല് വരും. ആ സമയം ഫ്ലെയിം ഓഫാക്കി ഉടനെ തന്നെ പൊടി മറ്റൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഗോതമ്പ് പൊടി തണുത്ത ശേഷം അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ പൊടി നമ്മൾ മാറ്റി വയ്ക്കാം. ഇനി ബാക്കിയുള്ള പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് കൈ വെച്ച് ഇതുപോലെ സോഫ്റ്റായിട്ട് പുട്ടിന് കുഴച്ചെടുക്കണം. അരിപ്പൊടി കുഴയ്ക്കുന്ന പോലെ ഒത്തിരി വെള്ളം ഒഴിച്ച് ഗോതമ്പ് പൊടി കുഴയ്ക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഇടയ്ക്കിടയ്ക്കായിട്ട് ഒഴിച്ചു കൊടുത്ത് കൈ വെച്ച് ഇതുപോലെ സോഫ്റ്റായിട്ട് വേണം ഗോതമ്പ് പുട്ടിന് കുഴച്ചെടുക്കാൻ. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഇനി ഈ ഗോതമ്പ് പൊടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് പൾസ് ചെയ്തെടുക്കണം. ഇവിടെ ഗോതമ്പ് പൊടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാറ്റി വെച്ച പൊടിയിൽ നിന്ന് പകുതി പൊടിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് പൾസ് ചെയ്ത് എടുത്താൽ ഇതുപോലെയുള്ള പുട്ടിനുള്ള പൊടി നമുക്ക് കിട്ടുന്നതാണ്. കട്ടകളില്ലാത്ത നല്ല ഗോതമ്പ് പുട്ടിനുള്ള പൊടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിവിടെ മാറ്റി വെച്ച ശേഷം ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. കടായിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ചെറിയൊരു സവാള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും 1/4 കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങ ചിരവിയതും ഈ മസാലയിലേക്കുള്ള ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് പുട്ടിൻ്റെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ ഒരു സ്പാറ്റില വെച്ച് ആ മസാല പുട്ടുപൊടിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് കൂടെ ചെയ്യണം. ഇനി നമുക്ക് ഈ പുട്ടുപൊടി സാധാരണയുള്ള പുട്ടിൻ്റെ കുറ്റിയിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയിലോ നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം അല്പം തേങ്ങ ഇട്ട് കൊടുത്ത ശേഷം പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതിന് മുകളിൽ അല്പം തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇത് ആവി കയറ്റിയെടുക്കാം. ഞാനിതിവിടെ കുക്കറിലേക്കാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും കുക്കറിലേക്ക് ആവി വരും. വളരെ രുചികരമായിട്ടുള്ള ഇവിടെ ചിരട്ടപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ പുട്ടും കുറ്റിയിലും ഇതുപോലെ നിറച്ച് നമുക്ക് പുട്ട് തയ്യാറാക്കിയെടുക്കാം. ഇതിന് പഴമോ മറ്റ് കറികളോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഇത് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റും. ആ മസാലയുടെ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കണേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി ഇതുപോലുള്ള നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഇതുവരെയും നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം താങ്ക്സ്. ഇനിയും എൻ്റെ പുതിയ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.